ഒരു ട്രംപും നെതന്യാഹും കൂടി വിചാരിച്ചപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലത്തെ ഈ കിച്ചൺ, പ്രത്യേകിച്ച് ഹോട്ടൽ കിച്ചൺ ആയാലും വീട്ടിലെ കിച്ചൺ ആയാലും ഏതാണ്ട് ഇപ്പോൾ പൂട്ടിക്കിട്ടുന്ന ഒരവസ്ഥയിലാണ്. പക്ഷേ നമ്മുടെ കൊല്ലം ആശ്രാമത്തുള്ള ജാജീസ് കഫേ ഉണ്ട്. അവർ ഈ ട്രംപിന് മുന്നിലോ നെതന്യാഹുവിൻ്റെ മുമ്പിലോ മുട്ടുമടക്കാൻ തയ്യാറല്ല. ഇതിനൊരു ഇൻ്റർനാഷണൽ വെർഷൻ കൂടിയുണ്ട്. അതിനപ്പുറത്തേക്ക് അവരെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ, അതായത് ഇത് കണ്ടോ, ഗ്യാസ് ഇല്ല, ഗ്യാസാണ് പ്രശ്നം. ഞാൻ അതും കൂടി പറയണമല്ലോ, ഗ്യാസാണ് പ്രശ്നം. പാചകവാതകം ഇപ്പോൾ ക്ഷാമം നേരിടുന്നു, അത് കൃത്യമായി വരുന്നില്ല. അപ്പോൾ അവർ വിറകടുപ്പിലേക്ക്, നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് അനൗദ്യോഗിക കണക്ക് പ്രകാരം 50% ഹോട്ടലുകൾ അടച്ചുപൂട്ടി, അല്ലെങ്കിൽ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. എന്തായാലും ആയിരക്കണക്കിന് ഹോട്ടലുകൾ പൂട്ടി കഴിഞ്ഞു കേരളത്തിൽ. കൊച്ചു കൊച്ചു ഹോട്ടലായാലും വലിയ ഹോട്ടലുകളും പൂട്ടി. അവർക്ക് വലിയ നഷ്ടമാണ്. മാത്രമല്ല ഈ പാചകം ചെയ്യുന്നതിന് വിറക് അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ജാജീസ് ഇത് ഇവിടെ ഈ ആശ്രാമത്ത് അവർ പ്രത്യേക സ്ഥലത്ത് ഇവിടെ ഈ വിറക് ഇത് വെച്ച് അവർ പാചകം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിക്കനാണ് ഇവിടെ വേവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചതേ വിറക് കൂട്ടി അടുപ്പ് കൂട്ടിയിട്ടാണ്, വിറക് വെച്ച് അടുപ്പ് കൂട്ടിയിട്ടാണ് അവരുടെ ഈ പാചകം നടക്കുന്നത്. ഇതൊരു മാതൃകയാണ്. ദേണ്ട നിൽക്കുന്നു ഇതിൻ്റെ ഉടമകൾ. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ ഈ ട്രംപിനെയും നെതന്യാഹുവിനെയും കൈകാര്യം ചെയ്യുമോ? ഇങ്ങനെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരെ ഇട്ട് കത്തിക്കാൻ തോന്നുമല്ലോ. ഇല്ലല്ല, ഇതിനകത്ത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആദ്യത്തത് തീരുമാനിക്കേണ്ട, ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അതിജീവിക്കാൻ കഴിവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിന്റെ ഒരു മാതൃക കൊല്ലം ജില്ലക്കാർ എപ്പോഴും. കൊല്ലത്തിന്റെ അറിയാലോ, പേമാരി വന്നപ്പോഴും ഇവിടുന്നല്ലേ ആൾക്കാർ രക്ഷിക്കാനായിട്ട് ബോട്ടുമായിട്ട് പോയത്. അതുപോലെയാണ് ഇതൊരു സാംസ്കാരികമല്ല, ഒരു സാമൂഹിക പ്രതിബദ്ധത, സൈന്യമായി മാറുകയാണ് അല്ലേ? ആ പ്രളയ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ ഇവിടുന്ന് പോയി പലരുടെയും ജീവൻ രക്ഷിച്ചു, സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി. കേരളത്തിന്റെ സൈന്യമെന്ന് മുഖ്യമന്ത്രി അവരെ നോക്കി വിളിച്ചു. ഇനിയിപ്പോൾ ഇവരെയും വിളിക്കേണ്ടി വരും ഭക്ഷ്യ സൈന്യമെന്ന്. ബാക്കി പറയാം. ഒരുപാട് പേര് പ്രതീക്ഷയോടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവരല്ലേ ഇവിടെ. അവരെ എങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഫാസ്റ്റ് ലൈഫാണ്, പലരും ഫുഡ് എടുക്കാതെയാണ് ഓഫീസിൽ പോകുന്നത്, അവിടെ പോകുന്നത്, ഇവിടെ പോകുന്നതൊക്കെ. അപ്പൊ ഈ പ്രതീക്ഷയോട് വരുമ്പോൾ എല്ലാ ഹോട്ടലുകളും പൂട്ടിയാൽ വീട്ടിലുകളിൽ കിച്ചൺ പ്രവർത്തിക്കുന്നില്ല. നല്ല ശതമാനം കിച്ചൺ പ്രവർത്തിക്കുന്നില്ല. പലരുടെയും ജോലി തിരക്ക്, കുട്ടികൾ സ്കൂളിൽ പോകുന്നു. ഏതാണ്ട് 3 നേരമോ അല്ലെങ്കിൽ 2 നേരമെങ്കിലും മിനിമം ഈ ഓൺലൈൻ വഴി ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറി. അപ്പോഴാണ് ഇത് ഇടുത്തി പോലുള്ള ഈ ഒരു പ്രതിസന്ധി. ഇവരിത് പുല്ലുപോലെ എടുത്ത് കളയാനും പേമാരി അല്ല, മഹാമാരി, കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിച്ച നമ്മള് തീർച്ചയായിട്ടും ഇതൊക്കെ സിമ്പിൾ ആയിട്ട് അതിജീവിക്കും. കമ്മ്യൂണിറ്റി കിച്ചൺ അന്ന് കേരളം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ആശയമായിരുന്നു കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ വിറക് കൊണ്ട് ഈ പ്രശ്നത്തെ, ഈ ഗ്യാസിന്റെ ക്ഷാമം നമ്മൾ പരിഹരിക്കുകയാണ്. അതിനപ്പുറം നേരത്തെ കാർത്തിക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നും അല്ല, നമുക്കിതിനകത്തൊരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു ഭാഗം കൂടിയുണ്ട്. ഒന്നെന്ന് പറയുന്നത് 18ഓളം കുടുംബങ്ങളാണ് ഞങ്ങളുടെ ഈ ഒരു ബിസിനസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ കുടുംബങ്ങളും അവരും പട്ടിണി കിടക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാനോ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിനെ ആശ്രയിച്ച് ഒരുപാട് കുട്ടികൾ, അതായത് പലയിടത്തു നിന്ന് വന്ന് നിൽക്കുന്നവരുണ്ട്, സ്ഥിരമായി വരുന്നവർ. അവർക്കും ഒരു കാരണവശാലും ആഹാരം മുടക്കില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പാശ്ചാത്യ, അതായത് ഈ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു ഉപരോധം തന്നെയാണത്. അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ത്രെട്ട് ചെയ്യാണ്. അപ്പോൾ ആ ത്രെട്ട് എന്ന് പറയുന്നതിനെ പുല്ലുപോലെ നേരിടാൻ നമുക്ക് കഴിയുമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇവർ. ഇനിയിപ്പോൾ അതേ നമ്മുടെ രാജീവ്, ഇവിടുത്തെ തൊഴിലാളികളുണ്ട്, അവരുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. അതിന് കാരണമുണ്ട്. രാജീവേ, നിങ്ങൾ ഈ പാചകം ഗ്യാസിലാണല്ലോ നിങ്ങൾ സാധാരണ പാചകം ചെയ്തിരുന്നത്. ഇപ്പോൾ നിങ്ങൾ വേണ്ട ഈ വിറകടുപ്പിലേക്ക് നിങ്ങൾ മാറി. അതിപ്പോൾ ഒരു സാഹചര്യം വന്നു. പക്ഷെ ഈ പുകയും ഇതൊക്കെ കൊണ്ട് ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ആ ഒരു ശീലത്തിൽ നിന്ന് ഒരു പുതിയ ശീലത്തിലേക്ക് മാറുമ്പോൾ എന്തുകൊണ്ടാ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഗ്യാസിലേക്ക് ആകുമ്പോ പെട്ടെന്ന് എല്ലാം റെഡിയാവും. പക്ഷെ ഇതാകുമ്പോ അങ്ങനല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം പുകയുണ്ട്, നമ്മൾ ധാരാളം ശീലമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ വിറകിൽ വെക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ നമ്മൾ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പട്ടിണിയാണ്. ജോലിക്കാർ കട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. പിന്നെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നാട്ടുകാർ പട്ടിണി കിടക്കരുത് എന്നൊരു ചിന്തയുണ്ട്. അതാണ് പോയിന്റ്. ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു ഡയലോഗ് ഏറെ ശ്രദ്ധേയമാണ്. രാജീവ് കൊല്ലം പത്തനാപുരം സ്വദേശിയാണ്. നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. കിഴക്കൻ മേഖലക്കാരനാണ്. അവിടെ ഈ വനവും ധാരാളം ഉള്ള ഒരു പ്രദേശം, മരങ്ങളുണ്ട്. അതുകൊണ്ട് വിറകിന് വലിയ ക്ഷാമമൊന്നുമില്ല. വേണമെങ്കിൽ അവിടുന്ന് ഇവിടെ എത്തിക്കുമല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇവർ ഈ പാചകം ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ നിറച്ച് പുകയാണ്.
ഈ പുകയെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇത് പേരെന്താ? അർജുൻ്റെ കണ്ണ് നിറഞ്ഞല്ലോ. ആണ്ട ഇതാണ്. അപ്പോൾ ഇതൊരു സത്യമാണ്. ഈ കണ്ണ് നിറയുന്നുണ്ട്. അതേസമയം അത് അവരുടെ സ്വന്തം കുടുംബത്തെ പോറ്റാനും ഈ പറഞ്ഞ അവർ കട പൂട്ടിപ്പോകരുതെന്ന് ചിന്തിക്കുന്നു. ഒപ്പം തന്നെ മറ്റുള്ളവരുടെ കണ്ണ് നിറയരുത് എന്നുകൂടി ചിന്തിച്ചിട്ട് ആ ഒരു വിശപ്പില്ലാതാക്കാനും കരുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് വിറകടുപ്പ് കൂട്ടി. ഇത് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചില കടകൾ പൂട്ടിയെങ്കിലും പലരും പൂട്ടാൻ തയ്യാറല്ല. പല കാരണങ്ങളുണ്ട് അതിന്. വിറക് അടുപ്പ് കത്തിച്ച് പാചകം ചെയ്യാനുള്ള സ്ഥല സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് പല ഹോട്ടലുകൾക്ക്. എന്തായാലും ഇവരതിനെയൊക്കെ അതിജീവിക്കുകയാണ്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.